നമസ്കാരം. ഇന്ന് ഒരു യാത്ര കഴിഞ്ഞു വരുമ്പോൾ വഴി നിറഞ്ഞു പോകുന്ന ചെമ്മരിയാട്ടിൻകൂട്ടം. അത് നോക്കി അങ്ങനെ നിൽക്കുമ്പോൾ അറിയാനുള്ളതും ആട്ടിൻകൂട്ടങ്ങൾക്കിടയിലൂടെ നടക്കുന്ന ആൾക്കാരോട് ചോദിക്കാൻ മറന്നില്ല. 3 ദിവസം നീളുന്ന യാത്രയാണത്രേ. ആടുകളെ തീറ്റിച്ച് മുന്നേറുന്ന യാത്രയുടെ പിന്നിൽ വളഞ്ഞു നീണ്ട ഒരു കൊമ്പൻ കാള. ഏറ്റവും പിന്നിലുണ്ടായിരുന്ന അപ്പൂപ്പനോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞെങ്കിലും വൈകിട്ട് 4 മണി അതേ സ്ഥാനത്ത് കാഴ്ചയുടെ ഒരു മേള തന്നെ നടക്കുകയുണ്ടായി. രാജസ്ഥാനി വസ്ത്രം ധരിച്ച കുറേയേറെ ആളുകൾ, രാജസ്ഥാനിലെ പാവപ്പെട്ടവരുടെയും പണക്കാരുടെയും എല്ലാം വസ്ത്രധാരണത്തിലുള്ള രാജകീയത ഏവരെയും ആകർഷിക്കുന്നതാണ്. പ്രത്യേകിച്ച് ആണുങ്ങളുടെ തലയിലെ വലിയ തലപ്പാവ്, സ്ത്രീകളുടെ കൈകളിലെ വെള്ളയും മറ്റു നിറങ്ങളിലുള്ള വളകൾ എല്ലാം. ഇവിടെയും ചോദ്യം ചോദിക്കാൻ മറന്നില്ല. ഒരു വലിയ മുതിർന്നവരുടെ സംഘത്തിലേക്ക് ചോദ്യങ്ങളുമായി കടന്നു ചെന്നപ്പോൾ അവർ ഓരോരുത്തരായി ഉത്സാഹത്തോടെ മറുപടി പറഞ്ഞു. कहाँ तक? वो वास्तान जी जाएंगे, सिरोही के बाजू में वास्तान जी है। ओके, ये पूरी प्रतिमा है। मंदिर जा रहे हैं? हाँ, मंदिर परिक्रमा करेंगे ना पूरा पूरा कितना किलोमीटर? एक कम से कम वेंगे वो लगभग 200 के आसपास वेंगे। 200 के आसपास। 5 दिन लगेगा, 5 दिन। खाना पीना वगैरह सब गाड़ी में है ना, बनाना पड़ेगा गाड़ी में लोड है ना। और पूरा मंदिर में भी चला जाएगा? हाँ, पूरा। अच्छा, ആബു പര്യടനം ആണത്രേ. ആബുവിൻ്റെ പുരാതന നാമം അർബുദാഞ്ചൽ എന്നാണ്. അർബുദാഞ്ചൽ എന്നാൽ 33 കോടി ദേവീദേവതകളുടെയും നിവാസസ്ഥാനമെന്നാണത്രേ. 3 ദിവസങ്ങളായി തുടരുന്ന ഈ യാത്ര ഇനിയും കുറച്ച് നാളുകൾ കൂടി നീളും. 200 കിലോമീറ്റർ ആബു പർവ്വതനിരകളെ ചുറ്റുന്ന യാത്ര. യാത്രയിൽ കാളിയുടെയും ഹനുമാന്റെയും രാമന്റെയും കൃഷ്ണന്റെയും ശിവന്റെയും ഒക്കെ മന്ദിരങ്ങൾ സന്ദർശിക്കും. പൂജകൾ നടത്തും, പ്രാർത്ഥിക്കും. ആഹാര സാധനങ്ങളും യാത്രക്കാരുടെ ഇട്ടുമാറാനുള്ള വസ്ത്രങ്ങളും മറ്റവശ്യ സാധനങ്ങളും പിന്നാലെ വരുന്ന വണ്ടികളിൽ നിറച്ചിട്ടുണ്ട്. നാടിനെ സ്നേഹിക്കുന്ന, നാടിൻ്റെ അഭിവൃദ്ധിക്കായി പ്രാർത്ഥിക്കുന്ന ഇവർ പറയുന്നു, 33 കോടി ദേവതകളുടെയും നിവാസസ്ഥാനം കൂടിയാണ് അർബുദാഞ്ചൽ. അതിനെ പിന്നെ കാലക്രമത്തിൽ ഭരണാധികാരികൾ മാറി വന്നപ്പോൾ അർബുദാഞ്ചലിനെ വെട്ടിച്ചുരുക്കി ആബു ആക്കിയത്രേ. എന്തായാലും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന പ്രാർത്ഥനകളോടെ വീണ്ടും ഒരു പുത്തൻ എപ്പിസോഡുമായി എത്താമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം വിടാം. നന്ദി, നമസ്കാരം.